Good afternoon, students. Ethics. What do you mean by ethics? Ethics is a branch of knowledge that deals with moral principles. So, ആദ്യം നമുക്ക് ഹിസ്റ്ററി ഓഫ് ഫിസിയോതെറാപ്പി എന്താണെന്ന് നോക്കാം. ഫിസിയോതെറാപ്പി ഒറിജിനേറ്റ് ചെയ്തത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, ഓരോ സ്റ്റേജസിലും എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് ഫിസിയോതെറാപ്പിയിൽ ഉണ്ടായിരിക്കുന്നത്. സോ അതൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്യാണ്. Physical therapy originated as a professional group that dated back to Per Henrik Link, who is known as the father of Swedish gymnastics. He founded the Royal Central Institute of Gymnastics in the year 1813 for massage, manipulation and exercise. In 1851, the term physiotherapy first appeared in its German form physiotherapy in an article written by Dr. Lawrence. Dr. Edward used the word physiotherapy. With time, the word physiotherapy changed to physiotherapy and then to physical therapy. Physical therapists, who were once known as reconstruction ADs, evolved through a series of changes to become the present ever-growing, confident and accomplished professionals in the healthcare system. They play a very important role of providing rehabilitation as well as prevention and risk reduction training. The world in the year 1916 witnessed the devastating polio epidemic. It was in this period that young women began treating polio patients with residual paralysis by using passive movements. So ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ പറയുന്നത് ഫിസിക്കൽ തെറപ്പി ഒറിജിനേറ്റ് ചെയ്തത് ഹെൻഡ്രിക്കിൻ്റെ ടൈമിലാണ്. സോ ഹീ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് സ്വീഡിഷ് ജിംനാസ്റ്റിക്സ്. അദ്ദേഹം മസാജിനും മാനിപ്പുലേഷനും എക്സസൈസിനും വേണ്ടിയിട്ട് 1813 ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ദ റോയൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിംനാസ്റ്റിക്സ്. സോ ലേറ്റർ 1851 ഒരു ജർമ്മൻ ആർട്ടിക്കിളിൽ ഫിസിയോതെറാപ്പീനെ പറ്റി പറയുകയുണ്ടായി. അത് എഴുതിയത് ഡോക്ടർ ലോറൻസ് ആണ്. അദ്ദേഹം ഒരു മിലിറ്ററി ഫിസിഷ്യനായിരുന്നു. അതിനുശേഷമാണ് ഡോക്ടർ എഡ്വേർഡ് ഫിസിയോതെറാപ്പി, അതായത് ജർമ്മൻ ഫോം ഫിസിയോതെറാപ്പിയിൽ നിന്നും ഫിസിയോതെറാപ്പിയിലേക്കും അതിനുശേഷം ഫിസിക്കൽ തെറാപ്പിയിലേക്കും വന്നത്. ഡോക്ടർ എഡ്വേർഡ് പ്ലേറ്ററാണ് ഫിസിയോതെറാപ്പി എന്നുള്ള അവാർഡ് യൂസ് ചെയ്തത്. സോ ലേറ്റർ ഓൺ നമ്മൾ ഇപ്പോൾ ഉള്ള അക്കംപ്ലിഷ്ഡ് അല്ലെ കോൺഫിഡൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള ഒരു ഫോമിലേക്ക് വരാനായിട്ട് ഒരുപാട് സീരീസ് ഓഫ് ചേഞ്ചസ് ഇവോൾവ് ചെയ്ത് പോയിട്ടാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ മെയിൻ റോൾ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് പ്രൊവൈഡിങ് റീഹാബിലിറ്റേഷൻ ആസ് വെൽ ആസ് പ്രിവെൻഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ ട്രെയിനിങ്. സോ 1916 വിറ്റ്നസ് ചെയ്ത പോളിയോ വിറ്റ്നസ് ചെയ്യുന്ന വെച്ചാൽ 1916 പോളിയോ വരുന്നത്. സോ ആ ടൈമിൽ നമുക്ക് റെസിഡ്യൂവൽ പാരാലിസിസ് ട്രീറ്റ് ചെയ്യാനായിട്ട് പാസീവ് മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത വന്നിട്ടുണ്ടായിരുന്നു. സോ റിയലൈസിങ് ദ നീഡ് ഓഫ് ദ അവർ, ഫിസിയോതെറാപ്പിസ്റ്റ് ഡെവലപ്പ് മാനുവൽ മസിൽ ടെസ്റ്റിംഗ് ഫോർ അസസിങ് ദ സ്ട്രെങ്ത് ഓഫ് ദ മസിൽ and thereby implementing muscle re-education techniques for weaker muscles. The First World War marked the start of the profession. Throughout the world, 16 million people were engaged in the battlefield. In 1917, the US entered the war and the need to rehabilitate injured soldiers was recognized by the Army. This led to the formation of a special unit of Army Medical Department. They also developed 15 reconstruction AD training programs in 1970 to meet the demand of medical workers who were specially trained in rehabilitation.
In the 1920s, a partnership grew between physiotherapists and the medical surgical community, which boosted public recognition and validation. In 1930s, the polio epidemic was still continuing, and in the year 1937, the National Foundation for Infantile Paralysis was established, which gave major support to the growth of physical therapy as a profession. സോ നമ്മൾ പറഞ്ഞതുപോലെ 1916 പോളിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ടൈമിലാണ് പാസീവ് മൂവ്മെൻറ്റ്സ്, റെസിസ്റ്റൽ പാരാലിസിസിന് വേണ്ടുന്ന പാസീവ് മൂവ്മെൻറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. സോ ആ സമയത്തെ ആവശ്യകത പ്രകാരം ഫിസിയോതെറാപ്പിസ്റ്റ് മാനുവൽ മസിൽ ടെസ്റ്റിംഗ് ഡെവലപ്പ് ചെയ്തു. സോ അതുവഴി നമുക്ക് മസിലിൻ്റെ സ്ട്രെങ്ത് അസസ് ചെയ്യാനും അതുവഴി വീക്കർ മസിൽസിനെ റീഎഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സും ഉണ്ടായി. സോ ലേറ്റർ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് സോൾജേഴ്സ് ഇഞ്ചേർഡായി. സോ ആ ഇഞ്ചേർഡായിട്ടുള്ള സോൾജേഴ്സിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ കൂടുതൽ ആളുകൾ ഇഞ്ചേർഡ് ആകുമ്പം ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അവൈലബിലിറ്റി കുറയാൻ തുടങ്ങി. സോ കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാംസ് അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി 1917. കാരണം അപ്പോഴുള്ള മെഡിക്കൽ വർക്കേഴ്സിൻ്റെ ഡിമാൻഡ് കൂടുതലായിരുന്നു. സോ അവർ പുതിയ ട്രെയിനിങ് പ്രോഗ്രാംസ് തുടങ്ങി. അങ്ങനെ കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്നു, ഈ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നു. സോ അതിനുശേഷം 1920s ഫിസിയോതെറാപ്പിസ്റ്റ് മെഡിക്കൽ സർജിക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. സോ ഇത് പബ്ലിക് റെക്കഗ്നീഷനും വാലിഡേഷനും കിട്ടാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 1930s പോളിയോ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് 1937 നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇൻഫൻറ്റൈൽ പാരാലിസിസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതും ഫിസിക്കൽ തെറപ്പി ഗ്രോ ചെയ്യാൻ ഉള്ള ഒരു മേജർ റീസണാണ്. ഓക്കെ, സോ നെക്സ്റ്റ് the world entered the Second World War, and the physical therapy continued to show its dominance by treating the individuals who sustained injuries during the war. In the first half of 1940s, with World War II at its peak, the world required the attention of physiotherapists for wounded soldiers who returned home with amputation, burns, cold injuries, wounds, fractures, and spinal cord injuries. The investigation about the application of electrical stimulation gave a new direction to the physical therapy treatment. They realized it's not just to retard and prevent atrophy, but to restore muscle mass and strength. The galvanic exercise was given by the physiotherapist on the atrophied hands of patients who had an ulnar nerve lesion from surgery upon a wound. By the year 1942, the therapist started getting their relative military rankings. Hospital-based practice for physiotherapist was increased by 1946. The main reason for this was the Hill-Burton Act passed during 79th US Congress to build hospitals across the country. It increased the public access to hospitals and healthcare facilities, and the demand for physical therapy services increased. So ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് എൻട്രി ചെയ്തു. സോ ആ സമയത്തും ഫിസിക്കൽ തെറപ്പി അല്ലെ ഫിസിയോതെറാപ്പിയുടെ ഡോമിനൻസ് കൂടിക്കൊണ്ടിരുന്നു. കാരണം ഇഞ്ചേർഡ് ആയിട്ടുള്ള അല്ലെ ഇഞ്ചുറി സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഫിസിക്കൽ തെറപ്പി വേണമായിരുന്നു. സോ ആ സമയത്ത് ഇഞ്ചുറി പറ്റി പോയി ഒരു വാർ കഴിഞ്ഞിട്ട് പോകുന്ന സോൾജേഴ്സ് മിക്കവാറും ആംപ്യൂട്ടീസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ബേൺസ് ഉണ്ടായിരിക്കാം, കോൾഡ് ഇഞ്ചുറീസ്, വൂൺസ്, ഫ്രാക്ചേഴ്സ്
നെർവ് അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്. സോ ഈ കണ്ടീഷൻസിൻ്റെ ഒക്കെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ആളുകളെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ഫിസിയോതെറാപ്പിയുടെ ആവശ്യകത വന്നായിരുന്നു. സോ ആ സമയത്താണ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ ടൈമിൽ ഗാൽവനിക് എക്സസൈസ് വാസ് ഗിവൺ ടു പേഷ്യൻസ് അട്രോഫിഡ് ഹാൻഡ്സ്. അതായത് അട്രോഫിഡ് ഹാൻഡ്സ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ അൾനാർ നെർവ് ലീഷനുള്ള പേഷ്യൻസിന് മസിൽസിനെ അട്രോഫിഡ് മസിൽസിനെ റീഎഡ്യൂക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാനും ഗാൽവനിക് എക്സസൈസ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. സോ 1942 റിലേറ്റീവ്ലി മിലിറ്ററി റാങ്കിങ്സ് ഫിസിയോതെറാപ്പിസ്റ്റിന് കിട്ടി തുടങ്ങി. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79th US കോൺഗ്രസ് പാസ് ചെയ്ത ഒരു ബില്ലാണ്. ആ ബില്ല് പ്രകാരം കൂടുതൽ ഹോസ്പിറ്റലുകളും ഹോസ്പിറ്റലിലേക്കുള്ള ഫിസിയോതെറാപ്പിയുടെ ആവശ്യകതയും കൂടി വന്നു. സോ ആഫ്റ്റർ ദ വാർ the need for physiotherapists declined and the training of new physiotherapists was suspended. The physiotherapists already on active duty were included in the newly established Women's Medical Specialist Corps. In 1947, male therapists were accepted into corps in 1955. So the name of the corps was changed to the Army Medical Specialist Corps. So ആ സമയത്ത് വാറിന് ശേഷം അപ്പോഴും ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകൾ ദേ വെർ ലൈക്ക് വുമൻസ് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് കോർപ്സിലേക്ക് ആഡഡായി. 1947 സോ അതിലെ മെയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് അവർ 1955 ഇതിലേക്ക് ആഡ് ചെയ്തു. സോ ലേറ്റർ ഓൺ അവരുടെ നെയിം ചേഞ്ചായി ആർമി മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് കോർപ്സ് AMSC എന്നാക്കി. The post-war era brought an increased awareness of need for rehabilitation. During this time, PNF, proprioceptive neuromuscular facilitation, emerged as a part of armamentarium of skills of the physiotherapist. Dr. Bobath, neurologist, and Mrs. Bobath, physiotherapist, together developed the Bobath concept for the treatment of children with cerebral palsy and adults with neurological conditions. In their lifetime, they traveled extensively in teaching and training tutors around the world. In 1950s, gaining independence, autonomy and professionalism was a need of the hour for the profession when physiotherapists progressed from technicians to professional practitioners. Two events that took place in 1950s contributed to this. 1954 American Physical Therapy Association APTA developed a 7-hour-long professional competency examination in conjunction with the professional examination service, which was made available to the state licensing board. The self-employed section formed as a component of APTA in 1955 as private practice expanded. വാറിന് ശേഷം നമ്മുടെ റീഹാബിലിറ്റേഷൻ്റെ അതായത് വാറിന് ശേഷം റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള അവയർനെസ് കൂടുതലായിരുന്നു. സോ ആ സമയത്ത് ഫിസിയോതെറാപ്പിയിലേക്ക് ഒരു പുതിയ സ്കില്ല് ഫോമായി വന്നു. അതാണ് PNF, പ്രോപ്രിയോസെപ്റ്റീവ് ന്യൂറോമസ്കുലർ ഫെസിലിറ്റേഷൻ. സോ ലേറ്റർ അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ ബൊബാത്ത് ആൻഡ് മിസസ് ബൊബാത്ത് അവർ ബൊബാത്ത് കൺസെപ്റ്റും കൊണ്ടുവന്നിരുന്നു ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ വിത്ത് സെറിബ്രൽ പാൽസി ആൻഡ് അഡൾട്ട്സ് വിത്ത് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്.
സോ ഇതിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ടീച്ചിങ് അല്ലെങ്കിൽ ക്ലാസ്സസ് വേൾഡ് വൈഡ് ട്രാവൽ ചെയ്ത് ഒരുപാട് ക്ലാസ്സസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്ത് 1950s നമ്മുടെ പ്രൊഫഷൻ ഒരു ഫിസിയോതെറാപ്പി ടെക്നീഷ്യൻസിൽ നിന്നും ഒരു പ്രോഗ്രസീവ്ലി പ്രൊഫഷണൽ പ്രാക്ടീഷണേഴ്സായിട്ട് മാറിയിരുന്നു. സോ 1950s രണ്ട് ഇവൻറ്റ്സ് നമ്മുടെ ഫിസിയോതെറാപ്പിയുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് 1954 അമേരിക്കൻ ഫിസിയോതെറാപ്പി അസോസിയേഷൻ്റെ ഒരു 7-hour ലോങ് പ്രൊഫഷണൽ കേപ്പബിലിറ്റി എക്സാമിനേഷൻ ആയിരുന്നു. അതായത് ഇറ്റ് വാസ് മെയ്ഡ് അവൈലബിൾ ടു ദി സ്റ്റേറ്റ് ലൈസൻസിങ് ബോർഡ്സ്. സോ അതിനുശേഷം 1955 ഒരു പ്രൈവറ്റ് പ്രാക്ടീസും എക്സ്പാൻഡ് ചെയ്തു. In 1952, Levin and Long openly questioned the need for enforced bed rest and prolonged inactivity after a myocardial infarction, which was put forward in 1930s by two physicians, Mallory and White. Based on the work performed in a Boston hospital during 1940s, they concluded that the long continued bed rest decreases functional capacity and provokes complications. Just like in the previous world wars, the Korean War also produced a large number of war casualties, for which the services of physical therapy once again proved vital. During the Vietnam War, a female physiotherapist was first among the members of AMSC to volunteer for Vietnam duty posting at Fort Belvoir, Virginia. Therapy restored the use of damaged arms and legs, rehabilitated surgical wounds, increased range of motion, and restored flexibility and strength following serious burns, and it speeded patients' recovery and repaired the wounded soldier. Decade 1967 to 1976 saw the expansion of profession into management of orthopedics and cardiopulmonary disorders. With the advent of open heart surgery, physical therapy began to be practiced in pre-operative and post-operative units. The care to individuals with severe joint restrictions altered with the increasing practice of joint replacement. സോ നമ്മൾ 1950s ഉണ്ടായ മെയിൻ 2 ഇവൻറ്റ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മെയിനായിട്ട് അമേരിക്കൻ ഫിസിക്കൽ തെറപ്പി അസോസിയേഷൻ്റെ ഒരു പ്രൊഫഷണൽ കേപ്പബിലിറ്റി എക്സാമിനേഷൻ. സോ അത് 1955 മുതൽ പ്രൈവറ്റ് പ്രാക്ടീസ് എക്സ്പാൻഡഡ് ആയി. സോ 52 വന്നിട്ട് ലെവിൻ ആൻഡ് ലോങ് ആണ് പ്രൊലോങ്ഡ് ഇനാക്ടിവിറ്റി, അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്നതിന് ശേഷമുള്ള ബെഡ് റെസ്റ്റ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ഇനാക്ടിവിറ്റി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. സോ ഇൻ 1930s മാലറി ആൻഡ് വൈറ്റ്, സോ അവരാണ് ബോസ്റ്റൺ ഹോസ്പിറ്റലിൽ അവരൊരു വർക്ക് പെർഫോം ചെയ്ത് അതിന് കൺക്ലൂഷനായിട്ടാണ് കണ്ടിന്യൂഡ് ബെഡ് റെസ്റ്റ്. സോ ഇങ്ങനത്തെ കേസസിൽ കണ്ടിന്യൂസ് ബെഡ് റെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഫങ്ഷണൽ കപ്പാസിറ്റി കുറയ്ക്കും, അതിൻ്റെ കൂടെ കോംപ്ലിക്കേഷൻസിനെ പ്രൊവോക്ക് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചത്. സോ സെയിം വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ പോലെ തന്നെ കൊറിയൻ വാറും ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു. സോ ആ ടൈമിലും ഫിസിയോതെറാപ്പിയുടെ റോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കൊറിയൻ വാറിലും. അതുപോലെ തന്നെ വിയറ്റ്നാം വാറിൽ a female physiotherapist was first among the members of AMSC. നമ്മൾ മുമ്പേ പറഞ്ഞു
AMSനെ പറ്റി, ടു വോളണ്ടിയർ ഫോർ വിയറ്റ്നാം ഡ്യൂട്ടി പോസ്റ്റിംഗ്. സോ ഇതൊക്കെ നമ്മളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പ്രൊഫഷണലി. ഫിസിയോതെറാപ്പി. Okay, so physiotherapy restored the use of damaged arms and legs, rehabilitated surgical wounds, increased range of motion, restored flexibility, strength following serious burns, and it speeded patients' recovery and repaired the wounded soldiers. So ഇതൊക്കെയാണ് ഓവറൽ എന്തെല്ലാം രീതിയിലാണ് റീഹാബിലിറ്റേഷൻ അല്ലെ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ റോള് അല്ലെ അവരെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 1967 to 76 എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫഷൻ്റെ എക്സ്പാൻഷനാണ്. മെയിനായിട്ട് ഓർത്തോപീഡിക് അല്ലെങ്കിൽ കാർഡിയോപൾമണറി ഡിസോർഡേഴ്സ്, അതിനുശേഷം ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ വന്ന് തുടങ്ങി. പ്രീ ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റ്സ് തുടങ്ങി. സോ അതുപോലെ തന്നെ കെയർ ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് സിവിയർ റെസ്ട്രിക്ഷൻ, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്സ് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് റെസ്ട്രിക്ഷൻസ് ഉള്ള പേഷ്യൻസിന് ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വന്നു തുടങ്ങി. സോ 21st century the profession has continued to grow substantially. Patients are able to refer themselves to a physiotherapist without being told to refer themselves by the health professional. New generation physical therapists consider movement as an essential element of health and well-being, which is dependent upon the integrated, coordinated function of the human body at a number of levels. So movement is purposeful and is affected by internal and external factors. So today's physical therapy is directed toward the movement needs and potential of individuals and populations. Though we are in a more scientific and research dependent era of our evolution, let us not forget those practitioners of the past from all professions and doctrines who have given so much throughout the centuries of history in physical therapy. സോ ഇതിൽ പറയുന്നത് ഇപ്പോൾ 21st centuryയിൽ നമ്മളുടെ പ്രൊഫഷൻ, ഫിസിയോതെറാപ്പി പ്രൊഫഷൻ എത്രമാത്രം ഗ്രോ ചെയ്ത് നിൽക്കുന്നു. പേഷ്യൻസിന് ഇപ്പം ഫിസിയോതെറാപ്പിസ്റ്റിന് ഡയറക്റ്റ് പോയി, അതായത് റെഫറൻസ് ഇല്ലാതെ തന്നെ ഡയറക്റ്റ് പോയി കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഒരു സ്റ്റേജ് വന്നിരിക്കുന്നു. സോ ന്യൂ ജനറേഷൻ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ മൂവ്മെൻറ്റിനും ഹെൽത്തിനും വെൽബീയിങ്ങിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മൂവ്മെൻറ്റ് ഈസ് പർപ്പസ്ഫുൾ ആൻഡ് ഇസ് അഫക്റ്റഡ് ബൈ പല എക്സ്റ്റേണൽ അല്ല ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. സോ physical therapy is directed towards the movement needs and potential of individuals and populations. ഓരോരുത്തരുടെ കേപ്പബിലിറ്റി അനുസരിച്ച് അവരെ എങ്ങനെ ആക്റ്റീവാക്കാം അല്ലെങ്കിൽ അവരെ ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യാം, മൂവ് ചെയ്യുന്നതിനായിട്ട് എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആക്കാം. സോ ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ പ്രൊഫഷൻ വന്നിട്ടുണ്ട്. Though we are in a more scientific and research dependent era of our evolution, let us not forget. അതായത് മുൻപ് ഈ ഹിസ്റ്ററി പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലേക്ക് വന്നത്, നമ്മുടെ പ്രൊഫഷൻ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയതെന്നുള്ളത് അതിനെപ്പറ്റി ഒരു ധാരണ നമുക്കുണ്ടാവണം. നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ സോ എങ്ങനെയാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്, എങ്ങനെയാണ് നമ്മൾ ഫിസിയോതെറാപ്പി പ്രൊഫഷൻ ഇവോൾവ് ചെയ്തത്, സോ ഏതൊക്കെ സ്റ്റേജസിലാണ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ആവശ്യകത വന്നത്, സോ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. മെയിനായിട്ട് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, ഫിസിക്കൽ തെറാപ്പി ഒറിജിനേറ്റ് ചെയ്തതിനെ പറ്റി നമ്മൾ പറഞ്ഞു. സോ ഫാദർ ഓഫ് സ്വീഡിഷ് ജിംനാസ്റ്റിക്സ്, അതിനുശേഷം ഫിസിയോതെറാപ്പി എങ്ങനെയാണ് ജർമ്മൻ ഫോമിൽ ആദ്യം വന്നത്,
അതിനുശേഷം ഫിസിയോതെറാപ്പിന്നും പിന്നീട് ഫിസിക്കൽ തെറാപ്പിന്നും വന്നു. സോ മെയിൻ റോള് എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡിങ് റീഹാബിലിറ്റേഷൻ ആസ് വെൽ ആസ് പ്രിവെൻഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ ട്രെയിനിങ്. സോ 1916 പോളിയോ വന്നതിന് ശേഷമാണ് നമ്മളുടെ റെസിജ്വൽ പാരാലിസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പാസീവ് മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. സോ ലേറ്റർ ഓൺ ആവശ്യകത കൂടിയപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഡെവലപ്പ് മാനുവൽ മസിൽ ടെസ്റ്റിങ്, മെയിൻലി സ്ട്രെങ്ത്ത് അസസ് ചെയ്യാനും നമ്മുടെ വീക്ക് മസിൽസിനെ റീഎഡ്യൂക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്തു. ലേറ്റർ ഓൺ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ടൈമിൽ എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ടായി, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ടായി. സോ അതിനൊക്കെ ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ഹെൽപ്പ് ചെയ്തത് എങ്ങനെയാണ് അന്നത്തെ കാഷ്വാലിറ്റീസ് ഉണ്ടായ സോൾജിയേഴ്സ് അല്ലെങ്കിൽ വൂണ്ടഡ് സോൾജിയേഴ്സിന് ലേറ്റർ ഓൺ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ഒക്കെ കണ്ടുപിടിച്ചത്, പിന്നെ PNF, ബൊബാത്ത് കൺസെപ്റ്റ് ഇതൊക്കെ വന്നത് എങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ കഴിഞ്ഞ് ബെഡ് റെസ്റ്റും പ്രൊലോങ്ഡ് ഇനാക്ടിവിറ്റി ആയിട്ടുള്ള പേഷ്യൻസിന് കൂടുതലും ഫങ്ഷണൽ കപ്പാസിറ്റി കുറയാനും കോംപ്ലിക്കേഷൻസ് കൂടാനുമുള്ള ചാൻസ് കൂടുതലാണെന്ന് ലേറ്റർ കണ്ടുപിടിക്കുകയുണ്ടായി. സോ അത് ഇത് നമ്മുടെ കാർഡിയോ പൾമണറി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൂടുതലായിട്ട് ഇവോൾവ് ചെയ്യാനായിട്ട്, അതായത് ഓരോ സ്റ്റേജിലും ഓരോ ഇപ്പോൾ ഓർത്തോപീഡിക് ആണെങ്കിലും ന്യൂറോ ആണെങ്കിലും കാർഡിയോ ആണെങ്കിലും അങ്ങനെ ഓരോ സ്റ്റേജസിലാണ് അല്ലെങ്കിൽ ഓരോ ഇയറിലാണ് അതിൻ്റെ പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും സ്കിൽസും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ ആ ഒരു 1952 ആ ഒരു പറഞ്ഞ പോലെ മാലറി ആൻഡ് വൈറ്റിൻ്റെ ആ ഒരു വർക്ക് പെർഫോമൻസ് അതിനെ ഹെൽപ്പ് ചെയ്തു. കാർഡിയോ പൾമണറി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ കാർഡിയോ റിലേറ്റഡ് ഒരു ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ ഇതിലേക്ക് കൊണ്ടുവന്നായിരുന്നു. സോ ലേറ്റർ ഓൺ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രീ ഓപ്പറേറ്റീവ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓർത്തോപീഡിക് അല്ലെ കാർഡിയോ പൾമണറി ഡിസോർഡേഴ്സിലേക്ക് നമ്മുടെ പ്രൊഫഷണൽ എക്സ്പാൻഷൻ വന്നു. ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിൽ ജോയിൻറ്റ് റെസ്ട്രിക്ഷൻ എങ്ങനെയൊക്കെ അതിനെന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം എന്നുള്ളത് വന്നു. പിന്നെ 21st സെഞ്ച്വറിയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെ ഹെൽത്ത്, വെൽബീയിങ്, പിന്നെ കോർഡിനേറ്റഡ് ഫങ്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. സോ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ 21st സെഞ്ച്വറിയിൽ നമ്മുടെ പ്രൊഫഷൻ നിൽക്കുന്നത്. അതിൻ്റെ കൂടെ റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നു, എവിഡൻസ് ബേസ്ഡ്. ഇപ്പം ഓരോ ഫിസിയോതെറാപ്പിസ്റ്റും പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു എവിഡൻസ് ബേസ്ഡ്, അവർ ചെയ്യുന്ന ഓരോ സ്കില്ലിലും എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടാണ് ഓരോ ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ പേഷ്യൻസിന് കൊടുക്കാമെന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ഫിസിയോതെറാപ്പി പ്രൊഫഷൻ്റെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം. സോ ദാറ്റ്സ് ഇറ്റ്.